കൂടാൻ ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അൻവർ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ? അല്ല, നോക്കൂ, രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും PCC അധ്യക്ഷൻ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്, അൻവർ UDF-ന്റെ ഭാഗമാകും, അത് വരും ദിവസം ഞാൻ തന്നെ ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? മാറ്റം ഉണ്ടായിട്ടില്ല. രണ്ട്, അങ്ങനെ അറിയിക്കുമെന്ന് പറഞ്ഞതിന് സാവകാശം പോലും കൊടുക്കാതെ എടുത്തിയാടിയത് അൻവറാണ്. അദ്ദേഹത്തിന്റെ വിവിധ പ്രസ്താവനകൾ നമ്മൾ കണ്ടുവരുന്നതാണ്. അദ്ദേഹത്തിന്റെ ധൃതിയും അദ്ദേഹത്തിന്റെ ഒരു അനാവശ്യമായ ഒരു എടുത്തിയാട്ടവും ഒക്കെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ചെറിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവാം. അദ്ദേഹത്തെയും പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ സർക്കാരിന്റെ നെറുകേടിനെതിരെ ഒരു പോർമുഖം തുറന്നുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിൽ നിന്ന് തന്നെ സർക്കാരിന് വേണ്ടി കൈ ഉയർത്തിയിരുന്ന LDF-ന്റെ കക്ഷി നേതാക്കന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന, അതിനേക്കാളൊക്കെ ഉപരി LDF-ന്റെ സൈബർ മുഖത്തിന്റെ നേതാവായിരുന്ന ആളാണ് PV അൻവർ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം UDF-നെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ഇതുവരെ PV അൻവറിന് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ അൻവറിന്റെ പുറകെ എന്തിനാണ് ഇനി നടക്കുന്നത്? കാരണം PV അൻവർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ലീഗിന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടന്നിരുന്നു. അബ്ദുൽ വഹാബിന്റെ വീട്ടിലും ചർച്ചയുണ്ടായിരുന്നു. അതിനുശേഷം കാര്യങ്ങളെല്ലാം ഒരു സമവായ രീതിയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. ഷൗക്കത്തിനെ അദ്ദേഹം അംഗീകരിക്കാമെന്ന് ഏറ്റതാണ്, അസോസിയേറ്റ് അംഗമാക്കാമെന്ന ഉറപ്പ് അൻവറിനും കിട്ടിയതാണ്. പക്ഷെ നേരം വെളുത്തപ്പോൾ അൻവർ നിലപാട് മാറ്റി വാർത്താ സമ്മേളനം നടത്തി. അതിലും ഷൗക്കത്തിനെ അംഗീകരിച്ചിട്ടില്ല. സതീശൻ വാക്കുമാറ്റി എന്ന് പറയുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോഴും KCയെ ഇറക്കി നിങ്ങൾ വീണ്ടും അൻവറിന്റെ പുറകെ നടക്കുകയാണ് എന്ന പ്രതീതിയാണ് വരുന്നത് കേട്ടോ. അൻവർ ഇല്ലെങ്കിൽ നിലമ്പൂരിൽ ജയിക്കാൻ കഴിയില്ലേ? അങ്ങനെയാണോ UDF കരുതി വെച്ചിരിക്കുന്നത്? സംശയം വേണ്ട. UDF-ന്റെ സ്ഥാനാർത്ഥി അംഗീകരിക്കേണ്ട അൻവർ അല്ല, അത് ജനങ്ങളാണ്. അവർ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങയുടെ തന്നെ ചർച്ചയിലിരുന്നപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട് ക്ലിയറായി പറഞ്ഞിരുന്നു. ഏതാണ്ട് 2900 പരം വോട്ടിന്റെ ലീഡ് മാത്രമാണ് അൻവറിന് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ 2900 വോട്ടാണ് ഈ അൻവർ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. പിന്നെ 8100 സംതിങ് വോട്ട് BJP ഉണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിലും നിർത്തിയാലും ആ വോട്ട് CPM-ന് കിട്ടാനുള്ളതാണ്. അപ്പൊ ടോട്ടൽ ഏതാണ്ട് 11,000 വോട്ട് ഓവർകം അതൊക്കെ ഞങ്ങളൊരു സംശയമില്ല. ഇനി അങ്ങ് ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് അൻവറിനോട് ഇത്രമാത്രം സംയമനം പാലിക്കുന്നത് എന്ന് ചോദിച്ചാൽ, UDF ഒരു ബഹുജന പ്രസ്ഥാനമാണ്. UDF ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും അതിനോട് സഹകരിക്കാൻ താല്പര്യപ്പെടുന്നവരെ സഹകരിപ്പിച്ചു കൊണ്ടുപോവുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. സഹകരിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അൻവർ നിലവിൽ UDF-ന്റെ അംഗമല്ല. അപ്പൊ അദ്ദേഹത്തിന് എന്തും പറയാം. പക്ഷേ വൺസ് അദ്ദേഹം UDF-ന്റെ അംഗമായാൽ അല്ലെങ്കിൽ അംഗമാകണമെങ്കിൽ സ്വാഭാവിക UDF പരിപാടിയെങ്കിൽ UDF-ന്റെ രാഷ്ട്രീയ രേഖ UDF അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയും അംഗീകരിക്കണം. അല്ലാതെ ഒരു കാരണം UDF-മായി ചേർന്ന് എന്നല്ല ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, KC വേണുഗോപാൽ ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ഈ പാർട്ടിയിലെ രണ്ടാമനാണ്. വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് എന്താണ് പറഞ്ഞത്? ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തുമ്പോൾ നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ആ വാർത്ത പൂർണ്ണമായും കണ്ടിട്ടില്ല, എനിക്ക് ഇവിടുത്തെ PCC അധ്യക്ഷനും CLP ലീഡറുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതിനുശേഷം പ്രതികരിക്കാം എന്നാണ്. പക്ഷെ പിന്നെയും നിങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അൻവറിനെ അങ്ങനെ വഴിയിൽ നിർത്തണമെന്നുള്ള ആഗ്രഹമൊന്നും ആർക്കുമില്ല. വഴിയിൽ നിർത്തണമെന്ന്, അതായത് PV അൻവറിനെ കൂടെ കൂട്ടണം തന്നെ എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ അൻവർ കാല് പിടിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ